राधा माधव कुंज विहारी, जय राधा माधव कुंज विहारी, गोपी जनवल्लभा जय गिरिवरधारी। यशोदनंदन व्रज जन रंजन मुन तीरावनचारि, हे राधा माधव कुंज विहारी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, द्वैत गदाधर श्रीवासादि गौर भक्तवृंद। हे श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। जय गुरुदेवा जय हरे पवन श्रील गुरुदेवा, जय प्रभुपदा जय भक्ति वेदांत स्वामी प्रभुपदा। नित्य गौर हरि बोल नित्य गौर हरि बोल। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति सुपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं, श्रीगुरुं वैष्णवांश श्रीरूपं साग्रजातं सगणगणनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिंधो दीनबंधो जगत्पदे गोपेश गोपिका कांता राधा कांता नमस्तुते। तप्तकांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. റീഡിംഗ് ഫ്രം ശ്രീമദ് കൃഷ്ണ ബുക്കിലെ ഭഗവാൻ ശ്രീ പ്രഭുപാദിന്റെ കൃഷ്ണ ബുക്കിലെ നന്ദ വസുദേവ സംഗമം, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വിശദീകരണം. അതായത് നമ്മുടെ ദശമസ്കന്ധത്തില് നന്ദ വസുദേവ സംഗമം ഉള്ളത് 5ാമത്തെ അധ്യായത്തിലാണ്. ഇതിലും 5ാമത്തെ അധ്യായമാണ്. ദേവകി വസുദേവന്മാരുടെ യഥാർത്ഥ സന്താനമാണ് കൃഷ്ണൻ. എന്നിട്ടും കംസന്റെ അത്യാചാരങ്ങൾ മൂലം അവർക്ക് പുത്രന്റെ ജാതകർമ്മത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല. പക്ഷേ വളർത്തച്ഛനായ നന്ദമഹാരാജൻ ആ ചടങ്ങ് അത്യാഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. യശോദയ്ക്ക് ഒരു ആൺകുട്ടി പിറന്നതായി പിറ്റേന്ന് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു. വൈദിക രീതി അനുസരിച്ച് കുട്ടിയുടെ ജാതകർമ്മങ്ങൾ ചെയ്യാൻ നന്ദമഹാരാജാവ് ജ്യോതിഷ പണ്ഡിതരെയും ബ്രാഹ്മണരെയും ക്ഷണിച്ചു വരുത്തി. കുട്ടിയുടെ ജനനത്തെ തുടർന്ന് ജ്യോതിഷ പണ്ഡിതന്മാർ ജനനസമയം കണക്കാക്കി ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരു ജാതക കുറിപ്പും തയ്യാറാക്കും. അപ്പോൾ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ കുളിച്ച് ദേഹശുദ്ധി വരുത്തി പുഷ്പമാലിന്യങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് കുഞ്ഞിൻ്റെ ഭാവി ഫലമറിയാൻ ജ്യോത്സ്യന്മാരുടെയും കുട്ടിയുടെയും മുമ്പിൽ ചെല്ലുന്നതാണ് മറ്റൊരു ചടങ്ങ്. അപ്പോൾ നന്ദമഹാരാജാവും കുടുംബങ്ങളും വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് ശിശുവിൻ്റെ ജനനസ്ഥലത്തിന് മുമ്പിൽ വന്ന് ഉപവിഷ്ടരായി.
അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബ്രാഹ്മണൻ മംഗളമന്ത്രങ്ങൾ ഉരുവിട്ടു. ഇതിനിടയിൽ ജ്യോത്സ്യന്മാർ ജാതകർമ്മം നടത്തി. ഈ അവസരത്തിൽ ദേവഗണങ്ങളെയും പിതൃക്കന്മാരെയും ആരാധിക്കുക പതിവാണ്. ആഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും അണിയിച്ച് 2 ലക്ഷം പശുക്കളെ നന്ദമഹാരാജ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഗോക്കളെ മാത്രമല്ല കസവ് പട്ടാമ്പരങ്ങളും പലതരം ആഭരണങ്ങളും കുന്നുകുന്നായി ധാന്യങ്ങളും ദാനം ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ്, അതായത് ഭഗവാന്റെ നവജാത ശിശുവിൻ്റെ ജാതകർമ്മം കുറിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ അത് അത്യാഘോഷപൂർവം നടത്തിയതായിട്ടും അതിലൂടെ ഒക്കെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് അതിൻ്റെ അതായത് നികുതി അടയ്ക്കാൻ കംസന്റെ അരികിൽ പോവുകയും ഉറ്റ സുഹൃത്തായ വസുദേവരെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന സന്ദർഭം നന്ദമഹാരാജാവ്. അപ്പം ഇതിൻ്റെ കൃഷ്ണന്റെ ജനനത്തിൽ തന്നെ ആഹ്ലാദിച്ച് വൃന്ദാവനമെങ്ങും വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടി. ആ ആഹ്ലാദം കൊണ്ട് മതിമറന്നിട്ട് വ്രജത്തിന്റെ നായകനായ നന്ദമഹാരാജാവ്, വ്രജത്തിന്റെ നായകനാണ് നന്ദമഹാരാജാവ്. കുഞ്ഞിന് പിന്നെ അടുത്ത സ്റ്റെപ്പ് ജാതകർമ്മം കുറിക്കാനായിട്ട് സാധാരണ നമ്മൾ കുട്ടികൾ ജനിച്ചാൽ ജാതകർമ്മം കുറിക്കുന്ന വളരെ ആഘോഷപൂർവ്വം നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റേതാവുമ്പോൾ അതിൽ ലോകമെമ്പാടും ആ ആഹ്ലാദം മഹോത്സവമായിട്ട് കൊണ്ടാടും. അപ്പം ഇതെല്ലാം അവരാഗ്രഹിച്ചതൊക്കെയും നന്ദമഹാരാജാവ് ദാനം നൽകി. പിന്നെന്താ, ദാനങ്ങളും ആ സമയത്ത് നന്ദമഹാരാജ 2 ലക്ഷം പശുക്കളെ ദാനം ചെയ്തു. പിന്നെ മറ്റുള്ള ബ്രാഹ്മണർക്ക് വളരെ ആഘോഷപൂർവ്വമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ കംസനുള്ള കരം അടയ്ക്കണം. അപ്പോൾ ആ കരം അടയ്ക്കാൻ വേണ്ടി നന്ദമഹാരാജ് മധുരയിലേക്ക് പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ്. അപ്പം മധുരയിൽ വെച്ച് നന്ദമഹാരാജ് വസുദേവരെ കണ്ടുമുട്ടുകയും നന്ദമഹാരാജ് വസുദേവരും സഹോദരങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നന്ദമഹാരാജാവും വസുദേവരും സഹോദരങ്ങളാണ് ഉള്ള കാര്യങ്ങളെ പറ്റിയും കൃഷ്ണൻ നന്ദമഹാരാജാവിനെ പിതാവായിട്ട് സ്വീകരിച്ച് അതറിയാവുന്ന വാസുദേവർ നന്ദഗോപരുടെ സൗഭാഗ്യത്തെ, അപ്പൊ പുത്രനായിട്ട് കിട്ടിയ നന്ദഗോപർക്ക് ഭഗവാൻ പുത്രനായിട്ട് കിട്ടിയ ആ സൗഭാഗ്യത്തെ പുകഴ്ത്തുകയാണ്. അപ്പൊ കുഞ്ഞിന്റെ ക്ഷേമത്തെക്കുറിച്ച് തിരക്കിയ വസുദേവരോട് നന്ദമഹാരാജാവ് വൃന്ദാവനത്തെക്കുറിച്ചുള്ള എല്ലാ വിവരം പറഞ്ഞു. അപ്പോൾ വൃന്ദാവനത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. അപ്പോൾ വൃന്ദാവനത്തിലെ കാര്യങ്ങളും ഇത് കേട്ട് വസുദേവർക്ക് വളരെ തൃപ്തിയായി. വൃന്ദാവനത്തിലെ കാര്യങ്ങളൊക്കെ വളരെ ആഘോഷവും നടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം ദേവകിയുടെ അനേകം കുഞ്ഞുങ്ങളെ, നമുക്കത് അറിയാവുന്നതാണ്, ദേവകിയുടെ എത്രയോ കുഞ്ഞുങ്ങളെ കംസൻ കൊന്നൊടുക്കി. അതിലുള്ള ദുഃഖം പ്രകടിപ്പിച്ചു, അല്ലേ? എല്ലാം വിധിവശാലാണ്, പിന്നെന്താ, ഇതെല്ലാം വിധിയാണ് എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറ്റുന്ന സാധാരണയായിട്ട് ഭൗതിക ലോകത്തിൽ നമുക്ക് സംഭവിക്കുന്നതാണ്. നമ്മൾക്ക് പല ഉന്നത്തോടു കൂടിയും പല കാര്യങ്ങളും ഉദ്ദേശിച്ചും പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ല. ആ വിധി അനുസരിച്ചുള്ള കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. അതായത് പൂർവ്വജന്മ ഹൃദയഭാവം, പൂർവ്വജന്മത്തിൽ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോ ആദി വ്യാധി ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പൂർവ്വജന്മത്തിൽ നമ്മൾ ഫലേച്ഛയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നാൽ പിന്നെയും ഭൗതിക ദുഃഖം വീണ്ടും നമ്മളെ കാർന്നു തിന്നും എന്നാണ് പറഞ്ഞത് ശ്രീമദ് ഭാഗവത്തിലൂടെ പറയുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ എന്നാൽ ഭൗതിക ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ നിഷ്കാമമായ ഭക്തിയുത സേവനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. അതിലൂടെയാണ് നമുക്ക് ഈ കഥകളായിട്ട് ശ്രീല പ്രഭുപാദിന്റെ കഥകളായിട്ട് നമുക്ക് കിട്ടുന്നതും. അപ്പൊ വിധിവശാലാണ് സംഭവിക്കുന്നത് എന്നും അതറിയുന്നയാള് ദുഃഖിക്കുകയില്ല, അല്ലേ? നമുക്കിപ്പോൾ വിധിയുടെ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾക്ക് പൂർവ്വജന്മത്തെ എന്താണോ നടന്നത് അതിൻ്റെ റിസൾട്ടായിരിക്കും നമുക്ക് ഈ ജന്മം കിട്ടുന്ന അനുഭവങ്ങളല്ല. അപ്പം അതനുസരിച്ച് നന്ദഗോപർ വസുദേവരെ സാന്ത്വനിപ്പിക്കുകയും പിന്നെന്താ, ഗോകുലത്തിൽ പല കുഴപ്പങ്ങളും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നന്ദഗോപർ വസുദേവരെ സാന്ത്വനിപ്പിച്ചു. പിന്നെന്താ, ഗോകുലത്തിലെ പല കുഴപ്പങ്ങളും ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിച്ച് വസുദേവർ കഴിവതും വേഗം മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് മടങ്ങാൻ നന്ദമഹാരാജാവിനെ ഉപദേശിച്ചു. അപ്പോൾ വൃന്ദാവനത്തിലേക്ക് ഗോകുലത്തിൽ പല കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നന്ദമഹാരാജാവ് വസുദേവരുടെ യാത്ര പറഞ്ഞ് ഗോപന്മാരുമായി കാളവണ്ടിയിൽ ലേറി വൃന്ദാവനത്തിലേക്ക് മടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ ഭൗതിക ലോകത്ത് നാം പല വഴിയിലൂടെ ധനം സമ്പാദിക്കുന്നു. പിന്നെ അതിൻ്റെ സത്വം ഇതിനകത്ത് പറയുന്നതെന്നാൽ ഭൗതിക ലോകത്ത് നാം പല വഴിയിലൂടെ ധനം സമ്പാദിക്കുന്നു.
ഭൗതിക ലോകത്ത് നാം പല വഴിയിലൂടെ ധനം സമ്പാദിക്കുന്നു. പലപ്പോഴും ഇത് സത്യസന്ധമോ ധാർമ്മികമോ ആയ രീതിയിലായിരിക്കില്ല. അപ്പം എന്താ, നമ്മൾ പല രീതിയിലൂടെ നമ്മൾ പണം സമ്പാദിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ടാണ് എല്ലാവരും സമ്പാദിക്കുന്നത്. എന്നാൽ കൂടെ അതിൽ ധർമ്മം ധാർമ്മികതയോ ആ രീതിയിലായിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം അത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ധർമ്മം എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്ന് അതിൻ്റെ കാരണം ധനസമ്പാദനത്തിൻ്റെ സ്വഭാവം തന്നെ അതാണ്. അതിനാൽ വേദാനുസരിച്ച് ബ്രാഹ്മണർക്കും ഗോക്കൾക്കും സ്വർണവും ദാനം ചെയ്തു നവജാത ശിശു ശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ നമ്മൾക്കൊരു ഇങ്ങനെയുള്ള നമ്മുടെ കുടുംബത്താണ്, വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളും കുട്ടി ജനിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അന്നദാനം കൊടുക്കും, ക്ഷേത്രത്തിലേക്ക് പൈസ കൊടുക്കും, അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കും. ഇതൊക്കെ ചെയ്യണത് എന്തിനാ? നമ്മുടെ ആ ധനസമ്പാദനത്തിന്റെ അല്ലെങ്കിൽ ആ കർമ്മങ്ങളെല്ലാം ശുദ്ധീകരിക്കണം വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യപ്പെടുന്നത്. ഭൗതിക ലോകത്ത് നമ്മുടെ ജീവിതം ആകെ മലിനീകൃതമായ ചുറ്റുപാടിലാണ് എന്ന് മനസ്സിലാക്കണം. അതെ, അത് അറിയാവുന്ന കാര്യമാണ്. ഭൗതിക ലോകത്ത് എത്ര നമ്മൾ സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്താലും, അല്ലെ എത്രത്തോളം നമ്മൾ ശുദ്ധമായിട്ട് ഭക്തി സേവനം ചെയ്താലും, ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്താ, ഭയങ്ങളെ കൊണ്ടും ഭ്രമങ്ങളെ കൊണ്ടും അത്രയാണ് ഭയമാണ്. എന്താ അതിനുള്ള ഉപാധി എന്ന് പറഞ്ഞാൽ ആവന്ന സംസ്കൃതിയും ഘോര എൻ നാമേ വിവിശേഖരണമാണ്. ഭഗവാന്റെ ഭയം പോലും ഭയക്കുന്നതാണ് നാമജപത്തിലൂടെ നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്താ, കാമ ക്രോധ ലോഭ മത മാത്സര്യങ്ങൾ നിറഞ്ഞതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ശുദ്ധീകരിച്ച അശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്താ കൃഷ്ണാവബോധം കടത്തിവിട്ടാൽ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനം കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അത് ശ്രീമദ് ഭഗവത്ഗീതയിലെ ശ്ലോകത്തിൽ പറയുന്നു, നാസ്തി ബുദ്ധിർ അയുക്തസ്യ നജായുക്തസ്യ ഭാവന നജത് ഭാവയതോ ശാന്തിർ അശാന്തിസ്യ കുതസുഖം. അപ്പോൾ എപ്പോഴും നമുക്ക് ശാന്തി സമാധാനം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഭൗതിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ശാന്തി സമാധാനം ആവശ്യമാണ്. അതിനുവേണ്ടി എന്താ, ആദ്യം നമ്മൾ ഭഗവാനുമായിട്ടുള്ള ആ ഒരു യോഗ പ്രക്രിയയിൽ ഏർപ്പെട്ട് ആ ഭഗവാന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്യണമെന്നാണ്. അപ്പോൾ ഒരു ദിവസം പോലും അതിന് മടിയോ അല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റോപ്പാകുകയോ അല്ലെങ്കിൽ ഏത് സാഹചര്യങ്ങളിൽ അനുകൂലേന കൃഷ്ണാനുശീലനം എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റിയെടുക്കണം. അതാണ്. അപ്പോൾ അങ്ങനെ കൃഷ്ണാബോധം നമ്മുടെ ഉള്ളിൽ കൊടുക്കുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ശാന്തി വേണം, സമാധാനം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നമുക്ക് വേണ്ടത് എന്താ, കൃഷ്ണ അവബോധം. ആ അവബോധത്തെ ശുദ്ധീകരിച്ച് ആ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ നടക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നവവിധ ഭക്തികൾ അനുഷ്ഠിക്കണം. എന്താ, ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം. ആ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. അപ്പൊ അതിനോട്ട് ശുദ്ധമായ അതീന്ദ്രിയമായ ശുദ്ധമായിട്ടുള്ള നാമം, ഗോലോകര പ്രേമധന ഹരിനാമ സങ്കീർത്തനം, ആ ഹരിനാമ സങ്കീർത്തനം നമ്മൾ നിത്യവും ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുള്ള ആ കൽമഷങ്ങളെല്ലാം മാറിയിട്ട് ഇങ്ങനെയുള്ള അതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതകാലത്തെയും സമ്പത്തിനെയും സർവോപരി നമ്മെ തന്നെയും പൗത്രീകരിക്കാൻ പറ്റാവുന്നത്. അപ്പൊ എല്ലാത്തിനെയും പൗത്രീകരിക്കാവുന്ന ഒരേ ഒരു മാർഗം കലിയുഗത്തിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു തന്നെ തത്വം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ നമുക്ക് ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കർമ്മങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ശുദ്ധമായ ഹരിനാമ സങ്കീർത്തനം ചെയ്യണം. എവിടെയും എന്തെല്ലാം മംഗളകരമായ കീർത്തനം എന്താ പറയുക, മംഗളകരമായ കാര്യം ആദ്യം നടക്കണമെങ്കിൽ അവിടെ ശുദ്ധീകരിക്കണം. അപ്പൊ അതിനുള്ള പ്രക്രിയയാണ് ഭഗവാന്റെ നാമജപം. എല്ലാത്തിനും മംഗളകരമായ കാര്യമാണ്. കീർത്തനം, യന്ത്വന്ദനം, യശ്രവണം, ലോകസ്യ സദ്യോ വിധിനോതി കൽമഷം സുഭദ്രാശ്രവസേ നമ. അപ്പൊ ലോകത്തിന്റെ മംഗളകരത്തിനായിട്ട്, ലോകമംഗളത്തിനായിട്ട് ഭഗവാന്റെ നാമം എപ്പോഴും കീർത്തന രൂപത്തിൽ എന്താ നാച്ചോ, ജൈന മഹാപ്രഭു പറഞ്ഞ എന്താ, നാച്ചോ ഗാവോ നഗര സങ്കീർത്തൻ കരു. നഗരത്തെയും ഗ്രാമത്തെയും എല്ലാവരെയും ശുദ്ധീകരിക്കുന്ന ഒരേ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് കലേർദോഷ നിധേരാജനഷ്ടേതോ മഹാഗുണ. എന്താണ് ആ മഹാഗുണം? കീർത്തനാ ദേവകൃഷ്ണസ്യ മുക്തസംഗപരം വ്രജേ. ഭഗവാന്റെ ഹരിനാമ സങ്കീർത്തനം ജപിച്ചാൽ മാത്രം മതി, എല്ലാ കാര്യവും മംഗളകരമായിട്ട് നടക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേ വരുന്നു, അല്ലെങ്കിൽ നവജാത ശിശുവിന് പേരിടൽ വരുന്നു, അല്ലെങ്കിൽ ഒരു കല്യാണം വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള അടിയന്തരങ്ങൾ വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ പ്രായമെത്തിയവർ ഹലോകവാസം വെടിയുന്നു. അപ്പോഴെല്ലാം നടത്തേണ്ടത് എന്താ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ശ്രീമദ് ഭാഗവതം റീഡ് ചെയ്യുക,
നാമം ജപിക്കുക അല്ലേ. മരിച്ച വീട്ടിൽ നാമം ജപിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭാഗവതം എടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഭാഗവതം എടുത്ത് വായിക്കണം. കാരണം ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന മരിച്ചു പോയിട്ട് അവരുടെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ടും അവർ ശരിയായിട്ടുള്ള എത്തിപ്പെടാനും ആ ജന്മം അല്ലെങ്കിൽ അതിലുള്ള ആ പ്രാണൻ വിട്ടുപോയി അതിലുള്ള അവിടെ ശുദ്ധീകരിച്ച് അവിടെ മംഗളകരമായ കാര്യം നടക്കാനും അവരുടെ 16 ദിവസം ഉള്ള യാത്ര, ആ യാത്രയിൽ എല്ലാം കേട്ട് ശരിയായിട്ടുള്ള സ്ഥലത്തെത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകരിക്കുമെന്നാണ്. ഓൺ ദ വേയിലാണെങ്കിലും നമ്മുടെ നാമജപം ഉണ്ടെങ്കിൽ പവിത്രീകരിച്ച് ഭഗവത്ധാമത്തിൽ എത്തിച്ചേരാം. അല്ലെങ്കിൽ അന്ധകാലേ നാരായണ സ്മൃതി, ആ നാരായണ സ്മൃതി കിട്ടാനും ഇങ്ങനെയുള്ള വൃതാനുഷ്ഠാനങ്ങളും ഈശ്വരാരാധന, ദാനകർമ്മങ്ങൾ ചെയ്യുക, ധനസമ്പാദനം, ഇതിനെന്താ നമ്മുടെ ധനത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. ധനമേ പല വിധത്തിൽ നമ്മുടെ ഇതിലുണ്ട്. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് ദാനം ചെയ്യാം, അല്ലെങ്കിൽ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലേക്ക് ഭഗവാന്റെ സേവനത്തിനായിട്ട്, ഭക്തന്മാരുടെ പ്രസാദങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണർക്കായിട്ട് ദക്ഷിണ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ശ്രീല പ്രഭുപാദിന്റെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിനുവേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഭഗവത്ഗീത പ്രസന്റേഷൻ കൊടുക്കാം. ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ ദാനം ശരിയായിട്ടുള്ള സ്രോതസ്സുകളിലൂടെ, ശരിയായിട്ടുള്ള കൈകളിലൂടെ എത്തിക്കണമെന്നാണ് പറയുന്നത്. ദാനം ദമസ്യജ്ഞസ്യ. അപ്പൊ ദാനം കൊടുക്കേണ്ടതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കർമ്മങ്ങൾ, പരമമായ നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം എന്നിവ കൊണ്ട് അവനവനെ ശുദ്ധനാക്കാൻ പറ്റും. ഇതുകൊണ്ട് മാത്രമേ നമുക്ക് തന്നെ ശുദ്ധീകരി പ്രക്രിയയിൽ ഏർപ്പെടാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെന്താ, കലേ ശൂദ്രേ, എല്ലാവരും ശൂദ്രരായിട്ടാണ് ജനിക്കുന്നതെന്നും അത് പവിത്രീകരണ പ്രക്രിയയിലൂടെ ദ്വിജന്മാരായി തീരുന്നുവെന്നും, ദ്വിജബന്ധു അല്ലെ, ബ്രാഹ്മണ ബന്ധു എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേദാധ്യയനങ്ങൾ വഴി വിപ്രനായി തീരുന്നു. അല്ലെ, വിപ്ര വെച്ചാൽ വേദങ്ങൾ. ഒന്നാമത്തെ കാര്യം, കലിയുഗത്തിൽ വേദങ്ങൾ പഠിക്കാനോ മറ്റുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാനോ ഒന്നും സമയമില്ല. പക്ഷെ വേദശാസ്ത്രങ്ങൾ പറയുന്നു എന്താ, നമ്മൾ ദ്വിജബന്ധുവായി തീരും, ബ്രാഹ്മണ ബന്ധുവായി തീരും എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അടുത്ത ജന്മമെങ്കിലും നമുക്ക് നല്ല ജന്മം കിട്ടും, അല്ലെങ്കിൽ ഒരു ശുദ്ധഭക്തന്റെ വീട്ടിൽ ജനിക്കും എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് പെറ്റായിട്ട് ഭഗവാന്റെ വിഗ്രഹം, അല്ലെ, ചിലരെ ഇപ്പൊ കാണാൻ നമ്മൾ ലഡ്ഡു ഗോപാലിനെ എപ്പോഴും മനസ്സിലും കൊണ്ട്, അല്ലെങ്കിൽ ലഡ്ഡു ഗോപാലിനെ കൈക്കൊണ്ട് നടക്കും. അതേ സമയത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്താ, ചിലര് ഏറ്റവും പെറ്റായിട്ടുള്ള പട്ടിയെ കൊണ്ട് നടക്കും, അല്ലേ. അത് അങ്ങനെയുണ്ട്. അപ്പൊ ഭരത മഹാരാജാവിന്റെ കാര്യം ഓർത്താൽ മതി, മാനിന്റെ ജന്മം കിട്ടിയത്. അപ്പൊ ഇവിടുത്തെ ലോകത്ത് മുഴുവൻ ഇപ്പം പട്ടിയുടെ അല്ലെങ്കിൽ ഡോഗിന്റെ അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആ ഒരു അന്ധകാലേ നാരായണ സ്മൃതി, എപ്പോഴും നമ്മൾ പട്ടിയെ ശുശ്രൂഷിച്ച് എന്താ അവസാനം വീട്ടിലൊരു പട്ടിയായിട്ട് ജനിക്കും അടുത്ത ജന്മം. അതിനേക്കാളും ഉപരി ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവാനെ മറക്കാതിരിക്കാനുള്ള വഴികൾ എന്താണോ, ആ ശാസ്ത്രങ്ങൾ പഠിക്കുകയും വേദോധ്യായനങ്ങൾ വഴി ഒരാൾ ബ്രാഹ്മണനായിത്തീരും, അല്ലെങ്കിൽ അടുത്ത ജന്മത്തേക്ക് നമുക്ക് കരുതി വെക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ യോഗ്യതയായിട്ട് നമ്മൾ ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെന്താ, നിരപേക്ഷ സത്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നവരാണ് ബ്രാഹ്മണൻ. അപ്പൊ പരമസത്യം അറിയാവുന്ന ബ്രാഹ്മണൻ, ബ്രഹ്മത്തെ അറിയാവുന്നവനാണ് ബ്രാഹ്മണൻ. അപ്പൊ അങ്ങനെയുള്ള പൂർണ്ണതയിലെത്താൻ വൈഷ്ണവൻ അഥവാ ഭക്തൻ ആ പദവിക്ക് അർഹനാവും. അപ്പൊ ഭക്തന്റെ പദവി എന്ന് പറയുന്നത് വൈഷ്ണവനാണ്. എന്താ, ഈ ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ബ്രാഹ്മണ അതിനും കവിഞ്ഞുള്ള വൈഷ്ണവനായി തീരണം. അപ്പം ഇതെല്ലാം ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ശുദ്ധമായ ഭക്തിയുത സേവനം ചെയ്തും ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ അനുഷ്ഠിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് പറയണത്. പിന്നെന്താ, ശിശുവിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ആവാഹിക്കാൻ വേണ്ടി ജാതകർമ്മം എന്ന ഘടകം. പിന്നെന്താ, ജാതകത്തിന് കർമ്മം. നമ്മുടെ വീട്ടിലാണെങ്കിലും കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ജാതകം കുറിപ്പ് ഉണ്ട്. പണ്ടൊക്കെ വലിയ ആഘോഷമായിട്ടാണ് നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, വളരെ ഷോർട്ടായിട്ട് ഇപ്പോൾ ഓൺലൈനിലാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ടൈം നമുക്ക് വളരെ ഇതായിട്ട് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പറ്റും. ശിശുവിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ആവാഹിക്കാൻ വേണ്ടി ജാതകർമ്മം എന്ന ചടങ്ങിൽ ബ്രാഹ്മണർ മുഴുവൻ വേദമന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. സൂതം, മാഗധം, വന്തി, വിരുദ്ധാവലി എന്നിങ്ങനെ ജപം പല വിധത്തിലുണ്ട്. മന്ത്രജപത്തോടും ഗാനാലാപത്തോടും വീടിന് വെളിയിൽ കുഴലെത്തും പെരുമ്പറയിടും തിരുതകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു.
വിളികളുടെ ആരവം മുഴങ്ങിയിരുന്നു. അരിമാവ് കൊണ്ട് വീട്ടിനുള്ളിലും പുറത്തും കലാപരമായി കോലങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. എങ്ങും വാസനദ്രവ്യം തളിക്കപ്പെട്ടു. രാജവീതിയിലും തെരുവുകൾ അടക്കം മച്ചകങ്ങളും മേൽക്കൂരകൾ വിവിധതരം കോടി തോരണങ്ങളാലും വിസ്തൃത പാത്രങ്ങളാലും അലങ്കൃതമായിരുന്നു. പച്ചിലകളും പൂക്കളും കൊണ്ട് കമനീയമായ കമാനങ്ങൾ നിർമ്മിച്ചിരുന്നു. പശുക്കളുടെയും കാളകളുടെയും കന്നുകുട്ടികളുടെയും ദേഹം മുഴുവൻ മഞ്ഞളും എണ്ണയും ചേർത്ത് മിശ്രിതം പുരട്ടി മഞ്ഞക്കാവിയും വിവിധ ധാതുക്കളും കൊണ്ട് ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അവയെ മയിൽപ്പീലി കൊണ്ടുള്ള മാലിന്യങ്ങൾ അണിയിച്ചിരുന്നു. സ്വർണ്ണാഹാരങ്ങൾ കൊണ്ട് ശബാളമായ വസ്ത്രബന്ധങ്ങൾ കൊണ്ടും അവയുടെ ശരീരം ആച്ഛാദിതമായിരുന്നു. അപ്പൊ ഭഗവാന്റെ ഉത്സവം വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അല്ലേ. ഗുരുവായൂരപ്പന്റെ ഇപ്പോൾ ഉത്സവം തുടങ്ങി. ഇപ്പൊ ഇന്ന് കലശം തുടങ്ങി. ഇനി 9ാമത്തെ ദിവസം 9ാം തീയതി ഭഗവാന്റെ കൊടി കയറുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ നമുക്ക് പല പല വേഷങ്ങളും ഭഗവാനെ അണിയിച്ചൊരുക്കുന്നതും അതിലൂടെ ഉത്സവത്തിന് എന്തെല്ലാം രീതിയിലാണ് ആഘോഷപൂർവ്വം പല കോലങ്ങളും രാജവീതിയിലും തെരുവുകളിലും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഒരു വരിയെല്ലാം ഭഗവാന്റെ അതിനോടനുബന്ധിച്ച് അവിടെയെല്ലാം അലങ്കരിച്ച് ഇതുപോലെ തന്നെയായിരുന്നു രാജവീതിയിലും തെരുവുകളടക്കം മച്ചകങ്ങളും മേൽക്കൂരകളും വിവിധതരം കൊടിതോരണങ്ങളാലും ഇതൊക്കെ നമുക്ക് ഇന്നും ഭൗതിക ലോകത്ത് കാണാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വളരെ ആഘോഷപൂർവ്വം മൈക്ക് കെട്ടി തെങ്ങ മൈക്ക് കെട്ടിയിട്ട് ഇങ്ങനെ വളരെ ആഘോഷപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെന്താ, വസ്ത്രധാരണങ്ങളിലൊക്കെ വിവിധ ഏതെല്ലാം പുതിയ പുതിയ രീതിയിലൊക്കെ ഡ്രസ്സ് കിട്ടുമോ അതൊക്കെ നമ്മൾ മേടിച്ച് ധരിക്കുകയും ഇങ്ങനെ ആഘോഷപൂർവ്വം നടത്തിയിരുന്നു. അപ്പോൾ സ്വർണ്ണഹാരങ്ങൾ കൊണ്ട് ശബളമായ വസ്ത്രങ്ങൾ കൊണ്ടും അവയുടെ ശരീരം അച്ഛദിതമായിരുന്നു. അപ്പൊ കൃഷ്ണന്റെ പിതാവായ നന്ദമഹാരാജാവ് പുത്രന്റെ ജാതകർമ്മം ആഘോഷപൂർവ്വം ആഘോഷിക്കുന്നുവെന്നറിഞ്ഞ് മാത്രയിൽ ഗോപന്മാർ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അപ്പൊ ഗോപന്മാരുടെ കാര്യം അറിയാമല്ലോ. ഭഗവാന്റെ അടുത്ത് വസിക്കുന്ന ഗോപന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ആഘോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം എന്താ, സ്വന്തം കൃഷ്ണന്റെ പിതാവായ നന്ദമഹാരാജാവിന്റെ പുത്രന്റെ ജാതകർമ്മമാണ് കുറിക്കുന്നത്. അപ്പൊ ഗോപന്മാരെല്ലാം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയും അവർ വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച് പലതരത്തിലുള്ള കർണഭൂഷണങ്ങളും കണ്ഠാഭരണങ്ങളും തലപ്പാവുകളും അണിഞ്ഞ് ഇങ്ങനെ വേഷഭൂഷണങ്ങളോടെ പലതരം ഉപഹാരങ്ങളുമായി അവർ നന്ദഗോപുരത്തിലെത്തി, ഗേഹത്തിലെത്തി. അപ്പം പിന്നെ ഭഗവാന്റെ ഈ ഗോപന്മാരെല്ലാം പല പല വേഷങ്ങൾ, ചിലർ തലയ്ക്ക് തലപ്പാവ് ചുറ്റി, ചിലർക്ക് വസ്ത്രങ്ങൾ ചുറ്റിയും, ചിലര് പുതിയ പുതിയ ചെരുപ്പുകൾ ഇട്ടും, അങ്ങനെ പല രീതികളും ഭഗവാന്റെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമുക്കിതെല്ലാം പ്രാക്ടിക്കലായിട്ട് ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അതിനെപ്പറ്റി ഇത് തന്നെയാണ് അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, അവർ നന്ദഗേഹത്തിലേക്ക് എത്തി. നന്ദഗ്രഹത്തിലേക്ക് എല്ലാവരും ആ ആഘോഷത്തിന് എത്തിയിരിക്കുന്നു. ഭഗവാന്റെ പേരിടൽ കർമ്മത്തിൽ അല്ലെങ്കിൽ ജാതകക്കുറിപ്പിന്. യശോദ മാതാവ് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇടയ പെൺകുടികൾ ഒന്നടങ്കം ആനന്ദാതിര ആകത്താൽ മതിമറന്നു പോയി. അവരുടെ വില കൂടിയ വസ്ത്രഭൂഷണങ്ങൾ അണിഞ്ഞ് ദേഹം മുഴുവൻ സുഗന്ധവസ്തുക്കൾ പൂശി താമരപ്പൂവിലെ വർണ്ണരേണുക്കൾ പൂവിന്റെ ഉദാര സൗന്ദര്യം വെളിവാക്കുമല്ലോ, അതുപോലെ ഗോപികന്മാർ അവരുടെ താമരപ്പൂവുള്ള മുഖത്ത് കുങ്കുമരേണുക്കൾ ചാർത്തി ഈ ഗോപസുന്ദരിമാരും പലവിധത്തിലുള്ള ഉപഹാരങ്ങളുമായി നന്ദമഹാരാജന്റെ ഗൃഹത്തിലേക്ക് ഓടിയെത്തി. നിതംബങ്ങളുടെയും പീനസ്ഥലങ്ങളുടെയും അമിതഭാരം ഗോപികമാരുടെ ഗതി വേഗത്തിൽ തടയിട്ടു. അവർക്ക് പെട്ടെന്ന് നന്ദഗൃഹത്തിൽ എത്താനായില്ല. എന്നാൽ കൃഷ്ണനോടുള്ള ഹർഷാലുമായ പ്രേമാതിരാഗത്താൽ ആവുന്നത്ര വേഗത്തിൽ അവർ നടകൊണ്ടു. കാതിൽ മുത്തുവളയങ്ങൾ, കഴുത്തിൽ രത്നം ധരിച്ച് പതക്കങ്ങൾ, അധരങ്ങളിലും നേത്രങ്ങളിലും പലതര വർണ്ണലോപനങ്ങൾ, കൈത്തണ്ടയിൽ സ്വർണവളകൾ, കല്ലുപാകിയ സ്വീതികളിലൂടെ അതിവേഗം കടന്നുപോയപ്പോൾ ശരീരത്തിൽ അണിഞ്ഞിരുന്ന പുഷ്പമാല്യങ്ങൾ തറയിൽ വീണത് ആകാശത്തു നിന്നുള്ള പുഷ്പവൃഷ്ടിയുടെ പ്രതീതി ഉളവാക്കി. ദേഹത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളുടെ ചലനഭംഗി അവരുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. ഇങ്ങനെ അവർ യശോദാനന്ദന്മാരുടെ ഗൃഹത്തിലെത്തി ശിശുവിനെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട കുഞ്ഞെ, ഞങ്ങളുടെ രക്ഷയ്ക്ക് നീ ദീർഘായുഷ്ണാവും. ഈ അനുഗ്രഹാശികളോടെ മഞ്ഞൾ, എണ്ണ, തൈര്, പാല്, വെള്ളം എന്നിവയുടെ മിശ്രിതം സമർപ്പിക്കുകയും ചെയ്തു. അവരിത് കൃഷ്ണന്റെ ശരീരത്തിൽ മാത്രമല്ല അവിടെ കൂടി ഇന്ന് എല്ലാവരുടെയും ദേഹത്ത് തെളിച്ചു. ഈ മംഗള മുഹൂർത്തത്തെ വിദഗ്ധ, അതായത്
വിദഗ്ധ സംഗീതജ്ഞന്മാരുടെ ഗാനാവരങ്ങൾ മധുരമാക്കി. അപ്പൊ ഈ കാര്യത്തിന്റെ അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിലും ഭഗവാനുമായിട്ടുള്ള ആ ദൃഢമായുള്ള വിശ്വാസത്തോടെ അല്ലെങ്കിൽ ഭഗവാനോടുള്ള പ്രേമത്തോടെ, ലവിങ് ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവർക്ക് വണ്ണമുണ്ട് അല്ലെങ്കിൽ ശരീരം കുറച്ച് ഭാരം കൂടിയതാണ് എന്നുള്ള അതിനെയൊക്കെ വകവച്ചില്ല. കാരണം എന്താ, കൃഷ്ണനോടുള്ള പ്രേമം. ആ സമയത്ത് നമുക്ക് എല്ലാം കൃഷ്ണനെ അർപ്പിക്കണം, അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ കൃഷ്ണനോടുള്ള ആ പ്രേമത്തോടെ, പ്രേമാതിരേകത്താൽ ആവുന്നത്ര വേഗത്തിലാണ്, അല്ലേ? നമുക്ക് അമ്പലത്തിൽ കാണാവുന്നതാണ്. എത്രയോ ഭക്തന്മാര് അവർക്ക് വണ്ണമുണ്ടോ അല്ലെങ്കിൽ തടിയുണ്ടോ എന്നുള്ള ചിന്തയൊന്നുമില്ല. ഭഗവാനെ ഒന്ന് നോക്കുക, ആ ദീപാരാധന തൊഴണം. അതിലൂടെ എത്ര സ്പീഡിലാണ്, എങ്ങനെയാണോ ലൈനിൽ നിന്ന് പോയി എത്തിപ്പെടാൻ പറ്റുന്നത്. അതിനാണ് തിരക്കും ബഹളവും, അതിലൊന്നും അവർക്ക് പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും ഭഗവാനെ ഇടിച്ചു കയറി ആ ഒരു നിമിഷം ഭഗവാനെ ആ ദീപാരാധനയ്ക്കും തൊഴണമെന്നുള്ള ആ ഒരു അത്യാഘോഷമായുള്ള പൂർവ്വത്തോടെ, ആഗ്രഹത്തോടെ ഓടിപ്പോവുകയാണ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ അതിവേഗം കടന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം. നമുക്ക് പ്രതികൂലമായ കാര്യങ്ങളെ നമ്മളെല്ലാം വർജിക്കണം. ഭഗവാനെ ഏത് രീതിയിൽ എങ്ങനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഭഗവാനെ കാണണം എന്നുള്ള തീരുമാനമെടുത്തോ. നമ്മൾ എത്ര ദൂരമാണെങ്കിലും രാത്രിയല്ലേ, ചിലരൊക്കെ 3 മണിക്ക് ലൈനിൽ നിൽക്കുവാണ്. എന്തിനാ? നാളെ രാവിലത്തെ നിർമാല്യം തൊഴാൻ വേണ്ടിയിട്ട്. അത്ര ആഹ്ലാദപൂർവ്വം അവർ ആ ലൈനിൽ നിന്ന് ഉറങ്ങാതെ നിന്ന് ഭഗവാനെ കാണണമെന്നുള്ള, ഗുരുവായൂരപ്പനെ കാണണമെന്നുള്ള ആ ഒരു ആഹ്ലാദത്തോടെ അല്ലെങ്കിൽ ആനന്ദത്തോടെ അവിടെ നിന്ന് പല ആൾക്കാരും ലൈനിൽ നിൽക്കുമ്പോൾ എന്താ, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു, ഹരിനാമ സങ്കീർത്തനം ചൊല്ലുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു, 108 പ്രാവശ്യം, അങ്ങനെ എത്രയോ റൗണ്ടുകൾ അവർ ജപിക്കുന്നു. 16 മാല, 22 മാല, ചില ഭക്തന്മാരെ 64 മാല ജപിക്കുന്ന പറഞ്ഞത്. ഒരു നിർമാല്യത്തിന് കയറി നിന്നിട്ട് അവിടെ നിന്ന് ജപം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ മന്ത്രം, ഇത് ഷോഡശകർനാം കലികൽമഷനാശനം നഥപരതരോപായം സർവവേദേഷു ദൃശ്യതേ. എല്ലാ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഈ മഹാമന്ത്രം വളരെ ഈസി ആയിട്ട് ജപിക്കാനുള്ള ഒരു അവസരം അവർ പാഴാക്കാറില്ല. ആരാ? ഇതിലൂടെ ഈ ആഗ്രഹത്തോടെ ഈ ലൈനിൽ നിൽക്കുന്ന ഭക്തന്മാർ. ഇപ്പം എപ്പോഴും ജപമാല എടുത്ത് ജപിച്ചുകൊണ്ടിരിക്കുക. അതാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു, സതതം കീർത്തയന്തോ മാം യദന്തശ്ചൃഢാവൃത സമസ്യന്റെ ക്ഷമാം ഭക്ത്യാ നിത്യയുക്ത ഉപാസന. അപ്പൊ കൃഷ്ണാവബോധത്തോടെ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തികളും ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ളതായിരിക്കണം. അതുപോലെയാണ് ഇവിടെ നന്ദമഹാരാജാവിൻ്റെ അല്ലെങ്കിൽ ആ യശോദാമാതാവിൻ്റെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച വിവരം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ ഗോപികമാരും ഇടയ പെൺകുട്ടികളും ത്തിൽ മതിമറന്ന് പോയി അവരുടെ ആ വില കൂടിയ വസ്ത്രഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ്, അല്ലെ, ഏതെങ്കിലുമൊക്കെ ചുറ്റി ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളാണ് വീട്ടിൽ പെട്ടിയിരിക്കുന്നത്, അതൊക്കെ എടുത്ത് അണിഞ്ഞ് വസ്ത്രഭൂഷാദികളോടെ വേഗത്തിൽ അവർ നടന്ന് ഭഗവാനെ കാണണം, ഭഗവാന്റെ കാര്യങ്ങൾക്ക് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ലോകത്ത് നമുക്ക് ഈ ചെയ്യാനുള്ള ഒരേ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. എങ്ങനെ രീതിയിലാണെങ്കിലും നമ്മൾ ചില ദിവസങ്ങൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് വസ്ത്രങ്ങൾ റെഡി ആയിട്ടില്ല, നമ്മൾ ഈറനണിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് പോകും. അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് അന്നത്തെ ഗോപസ്ത്രീകൾക്ക് അവർക്ക് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി അല്ലെങ്കിൽ അവർക്ക് ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃത ആസ്വാദനം എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഈ സോ അട്രാക്ഷൻ. ആ കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ സേവനങ്ങളും നമ്മൾ ഹൃദയത്തിൽ കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിലെ എന്താ പറയില്ലേ, ഹൃദയത്തിന്റെ സ്പർശനത്തോടുകൂടി അല്ലെങ്കിൽ വളരെ ആനന്ദത്തോടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ശുദ്ധമായ ഭക്തി എന്ന് പറയും. കേവല ഭക്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ കേവല ഭക്തി എന്താ പറഞ്ഞ, യത് കരോഷി യദശ്നാസി തത് ഘോഷി യത് തപസ്യ കൗന്ദേയ തത് ഒരു അമതർപ്പണം എന്ന് പറഞ്ഞാൽ, എന്ത് ചെയ്യുന്നു, നീ എന്ത് ചെയ്യുന്നു, നീ എന്ത് ആഹരിക്കുന്നു, നീ എന്ത് ഭക്ഷിക്കുന്നു, നീ എന്ത് ദാനം ചെയ്യുന്നുവോ എനിക്കായിട്ട് ചെയ്യുവോ, നീ എന്ത് ഭുജിക്കുന്നുവോ, എന്ത് യജ്ഞം എടുക്കുന്നുവോ, എന്ത് യജ്ഞാനം ചെയ്താലും എനിക്കായിട്ട് ചെയ്യുവോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റണേ, നമ്മുടെ സർവ്വകർമ്മങ്ങളും അല്ലെങ്കിൽ സർവ്വവിധമായ കാര്യങ്ങളൊക്കെ ശുദ്ധമായിട്ട് അതിൽ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ കർമ്മത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ പലതരം വർണ്ണലേപനങ്ങൾ, കൈത്തണ്ടയിൽ സ്വർണ്ണവളകൾ, കല്ലുപാകിയ വീതികളുടെ അതിവേഗം കടന്നുപോയപ്പോൾ ശരീരത്തിൽ അണിഞ്ഞ പുഷ്പമാല്യങ്ങൾ തറയിൽ വീണത് ആകാശത്തു നിന്നുള്ള പുഷ്പവൃഷ്ടിയുടെ രീതികൾ ഉളവാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രിയപ്പെട്ട കുഞ്ഞെ, ഞങ്ങളുടെ രക്ഷയ്ക്ക് നീ ദീർഘായുഷ്മാനാവൂ എന്നാണ് പറയുന്നത്. അതാ ഭഗവാന്റെ കാര്യം പറയുന്നത്. നിങ്ങൾ ഈ ഗോപസ്ത്രീകൾ എന്നിവയുടെ ഈ അനുഗ്രഹ ആശിസുകളോടൊപ്പം മഞ്ഞൾ, എണ്ണ, തൈര്, പാല്, വെള്ളം എന്നിവയുടെ മിശ്രിതം സമർപ്പിക്കുകയും ചെയ്തു. അവരിത് കൃഷ്ണന്റെ ശരീരത്തിൽ മാത്രമല്ല അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും ദേഹത്ത് തെളിച്ചു. ഈ മംഗളമുഹൂർത്തത്തെ വിദഗ്ധ സംഗീതജ്ഞന്മാരുടെ ഗാനാലപനങ്ങൾ മുഴക്കി. അപ്പോൾ നമ്മൾ എന്തായാലും പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ വീട്ടിലും വരുമ്പോൾ എന്തെല്ലാം ഭക്തിഗാനങ്ങളാണ്, ഏതെല്ലാം രീതിയിലാണ് ആ സ്ഥലം സംഗീതമയമാക്കും അല്ലേ. അപ്പോൾ അവിടെ യജ്ഞങ്ങൾ ചെയ്താൽ അതിനെ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ യജ്ഞകർമ്മങ്ങളുടെ ബാക്കി അല്ലെങ്കിൽ യജ്ഞ അനുഷ്ഠിക്കുന്ന ഭഗവാനെ അഭിഷേകം ചെയ്ത ഇതൊക്കെ ഇന്നിപ്പോൾ 14-ാം തീയതി നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അഭിഷേകം നടത്താനുണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാര ദിവസമാണ് ഗൗരപൂർണിമ എന്നറിയപ്പെടും. 14-ാം തീയതി. 15-ാം തീയതി വളരെ കേന്ദ്രമായിട്ടുള്ള ഫീസ്റ്റ് ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് പങ്കെടുക്കുള്ള അത്യാനന്ദകരമായിട്ടുള്ള ആ ശുദ്ധമായ ആ ഭക്തന്മാരുമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ ചിത്തത്തിലെ പതിയിരിക്കുന്ന ആ ഒരു കാമക്രോധ ലോപമോഹങ്ങളെല്ലാം മാറിയിട്ട് നമുക്ക് ആ ഒരു ആനന്ദാമ്പുതി വർത്തനം പ്രതിപദം പൂർണ്ണാമൃത ആസ്വാദനം. അപ്പൊ ആ ഒരു ആസ്വാദനത്തിലേക്ക് നമുക്ക് ഈ കൃഷ്ണാബോധം കടത്തിവിട്ടാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇടുങ്ങിയ മനസ്സ് എപ്പോഴും കാമക്രോധങ്ങൾ കൊണ്ട് നിറഞ്ഞ് സ്വയം നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ അസുഖകരമാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെന്താ, ഗോപികമാരുടെ നേരം പൂക്കുകൾ ഗോപന്മാരെ ആനന്ദഭരിതരാക്കി. അവർ തൈര്, പാൽ, ശുദ്ധിയാക്കിയ വെണ്ണ, ശുദ്ധജലം തുടങ്ങിയ വസ്തുക്കൾ ഗോപികമാരുടെ ശരീരത്തിലേക്ക് എറിയാൻ തുടങ്ങി അല്ലേ. നമ്മളിപ്പം ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ കുംഭമേളയൊക്കെ നടന്നപ്പോൾ അവിടുന്ന് ഒരു തീർത്ഥജലം കൊണ്ടുവന്ന് എല്ലാവരുടെയും തലയിൽ തെളിക്കും. അതുപോലെ ഈ യജ്ഞത്തിലും എന്താ അവർ ചെയ്തത്? തീർത്ഥജലം അവിടെ അഭിഷേകം ചെയ്തതൊക്കെ നമുക്ക് തലയിൽ തെളിക്കും, അത് ഉപയോഗിക്കും. എന്നുവെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദസേവനം ചെയ്ത ഗുണ്ടിച്ച ടെമ്പിളുണ്ട്. അവിടെ ചൈതന്യ മഹാപ്രഭു വന്ന് അവിടെയൊക്കെ വൃത്തിയാക്കി. അപ്പോഴെന്താ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങൾ കഴുകിയ തീർത്ഥജലം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന എന്താ, ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ കൂട്ടത്തിൽ സത്സംഗത്തിലൂടെ നമുക്ക് ഇതെല്ലാം അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ അതാണ് അസത്സംഗ ചാടിപ്പായി, അസത്സംഗം ദൂരെ അറിയാനാണ്. സത്സംഗം മാത്രമേ കലിയുഗത്തിൽ നമുക്ക് മോക്ഷപ്രാപ്തിക്കും ഭൗതിക ലോകത്ത് ശുദ്ധമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് അല്ലെങ്കിൽ ശുദ്ധമായ മനഃശാന്തിയോട് കൂടിയിട്ട് നമുക്ക് ജീവിതത്തിൽ നിലനിന്ന് പോരാനും പറ്റുകയുള്ളൂ എന്നാണ്. അപ്പൊ അസത്സംഗം അല്ല ഇവിടെ വേണ്ടത്, സത്സംഗം നാമസങ്കീർത്തനം, ഭജനക്രിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിത്യവും സത്സംഗത്തിലൂടെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. എന്നാലേ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അശാന്തസ്യ കുതസുഖം, അശാന്തിയായിരിക്കും, സമാധാനം ഉണ്ടാകില്ല. എപ്പോഴും ഭ്രമമായിരിക്കും. എന്താണ് നാളെ പ്രശ്നം, എന്താണ് ഇങ്ങനത്തെ പ്രശ്നം എന്താണ്. പക്ഷെ ഇതിനെല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള ധൈര്യം നമുക്ക് ഈ ഭക്തിയുത സേവനം അല്ലെങ്കിൽ ഭഗവാന്റെ നാമജപത്തിലൂടെ അല്ലെങ്കിൽ ശുദ്ധമായ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുവാണ്, സർവം കൃഷ്ണാർപ്പണം എന്ന ബോധത്തോടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭഗവത് പ്രസാദം കഴിച്ച് തന്നെ മൽപ്രസാദേന, എൻ്റെ പ്രസാദം കൊണ്ട് തന്നെ നിനക്ക് സന്തോഷകരമായി ജീവിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ, ഗോപികമാരുടെ നേരം പൂക്കുകൾ ഗോപന്മാരെ ആനന്ദഭരിതരാക്കി. നമ്മളൊക്കെ ചെയ്യുന്നതാണ് ചില കോമഡി കാര്യങ്ങളൊക്കെ, അതെല്ലൊക്കെ അതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ കാര്യങ്ങളുമായിട്ടില്ല. അല്ലെങ്കിൽ ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്റ്റോറികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കേട്ടും കണ്ടുമൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റും. പിന്നെന്താ, ഗോപികമാരുടെ നേരം പോക്കുകൾ ഗോപന്മാരെ ആനന്ദഭരിതരാക്കി. അവർ തൈര്, പാല്, ശുദ്ധിയാക്കിയ വെണ്ണ, ശുദ്ധജലം തുടങ്ങിയ വസ്തുക്കൾ ഗോപന്മാരുടെ ശരീരത്തിലേക്ക് എറിയാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ട് എറിയും. ഇരുകൂട്ടരും ഈ വിനോദം ഏറെ നേരം തുടർന്നു. അപ്പൊ മനസ്സിലിതൊക്കെ നമ്മൾ കാണണം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് അല്ലേ. എന്താ, വടക്കേ ഇന്ത്യയിലൊക്കെ കാണാം, കുങ്കുമം ആ ഒരു ഫംഗ്ഷനായിട്ട് കുങ്കുമം എല്ലാവരുടെയും മേലിലും മുഖത്തും ഒക്കെ പുരട്ടി കൊടുക്കുകയും അതുമായിട്ടുള്ള ആ ഒരു ഇതിലൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
നേരമ്പോക്കിൽ നന്ദമഹാരാജാവും സന്തുഷ്ടനായി. അപ്പൊ നമ്മുടെ പിതാമഹനമായ നന്ദഗോപര് അല്ലെങ്കിൽ നന്ദമഹാരാജാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പിതാവ്, ആ മഹാരാജാവും സന്തുഷ്ടനായി. പാട്ടുകാർക്കും മറ്റും അദ്ദേഹം ധാരാളം ധനം വാരി കൊടുത്തുന്നതാണ്. അപ്പം അത് അതാണ്, അങ്ങനെയൊക്കെ നമ്മുടെ ധനത്തെ ശുദ്ധീകരിക്കാനും നമ്മുടെ കർമ്മത്തെ ശുദ്ധീകരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ എന്നാ പറയുന്നത്. പുരാണങ്ങളിൽ നിന്നുള്ള വരികളാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മളൊക്കെ ഇന്ന് ഭൗതിക ലോകത്ത് അല്ലെങ്കിൽ പുതിയ പുതിയ പാട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭക്തന്മാരെന്താ ചെയ്യേണ്ടത്? പല പല ട്യൂണിൽ ഹരിനാമ സങ്കീർത്തനം ചെയ്യുക. ഏതെല്ലാം ട്യൂണിൽ വേണം, അതായത് അത് കേട്ടുന്നവർക്ക് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, എവിടെ ആരെങ്കിലും കളിയാക്കിക്കൊണ്ടോ തമാശ രൂപേണയോ നമുക്ക് ഹരേ കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണ ഇവരെപ്പോഴും ഹരേ കൃഷ്ണക്കാരാണ്, അല്ലെങ്കിൽ നാമം ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാരായണ നാരായണ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ അങ്ങനെ കളിയാക്കിക്കൊണ്ട് പോലും പറഞ്ഞാൽ അവർക്കും കൂടെ ഇതിൻ്റെ ക്രെഡിറ്റ് ഗുണം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ വാദ്യഘോഷങ്ങളോടെ മൃദംഗങ്ങൾ ഉപയോഗിച്ചും അതൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ ശ്രീമദ് ഭാഗവതത്തിൽ 6-ാമത്തെ സ്കന്ധത്തിൽ 14-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഇതെല്ലാം പറഞ്ഞ് മധുരഗാനങ്ങൾ ആലപിച്ചും പണ്ഡിതരായ അനേകം ബ്രാഹ്മണർ അവിടെ എത്തിയിരുന്നു. എല്ലാം കൊണ്ടും അത്യന്തം സന്തുഷ്ടനായി തീർന്ന ആ നന്ദമഹാരാജാവ് ബ്രാഹ്മണർക്ക് പലതരം വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ പശുക്കളൊക്കെ ദാനം ചെയ്തു. കാലി വളർത്തലാണ് വൃന്ദാവനവാസികളുടെ തൊഴിൽ. അതിൽ നിന്ന് അവർ സമ്പാദിച്ച സമ്പത്തിന് കയ്യും കണക്കും ഇല്ലെന്നാണ് അല്ലേ. എത്രയോ 2 ലക്ഷം കോടിക്കണക്കിന് പശുക്കളുള്ളതാണ് ആ നന്ദമഹാരാജാവിൻ്റെ ഗോശാലയിൽ. നമ്മൾക്കിവിടെ പല പല ഇസ്കോൺ സെൻറ്ററുകളിലും ഒരു ധാരാളം പശുക്കളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇസ്കോൺ ഗുരുവായൂരിലാണെങ്കിൽ എത്രയോ 50ഓളം പശുക്കളുണ്ട്. അതിനെ സംരക്ഷിക്കാനുള്ള ഒരു വളരെ കാര്യമായിട്ട് എല്ലാവരും വന്ന് നോക്കുകയും അതിനെ സംരക്ഷിക്കാനുള്ള അവകാശം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ട്. അപ്പം എല്ലാവരും വന്ന് അതിനെ സേവിക്കാനും, അതാണ് ഗോശാല. ഒരു പശുവിനെ സേവിച്ചു കഴിഞ്ഞാൽ ഗോശാലയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ പല രീതികളിൽ അവർക്ക് ധനം ഏതെങ്കിലും ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം അതെല്ലാം നമ്മുടെ പാപങ്ങളെയൊക്കെ ഹനിക്കുകയും അതിലൂടെ നമ്മുടെ കർമ്മങ്ങളെയൊക്കെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഗോശാലയിൽ എല്ലാവരും വരിക. ഇസ്കോൺ ഗുരുവായൂർ അവിടെ ഗോശാലയുണ്ട്, ധാരാളം പശുക്കളുണ്ട്. അവിടെ വന്നാൽ എല്ലാവർക്കും ഗോ സംരക്ഷണം ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പശുക്കൾക്ക് വേണ്ടി 10 കിലോ പിണ്ണാക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ അനേകായിരം പ്രവർത്തനങ്ങൾ ഈ കലിയുഗത്തിലാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെയുള്ള സേവകളൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ വസ്ത്രാഭരണങ്ങളും മറ്റും അവരുടെ ഭൗതിക സമ്പത്ത് അളവറ്റതാണെന്ന് വിളിച്ചറിയിക്കുന്നതാണ്. പരസ്പരം പെണ്ണ കൊണ്ടെറിയുന്നതിനാൽ അവർ ഒരു പിശുക്കും കാണിക്കുന്നില്ല. ഇതൊക്കെ ആണെങ്കിലും എന്താ, എത്ര നമുക്ക് ഇതിലെങ്കിലും നമ്മൾ വെണ്ണ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കാനൊന്നും നമുക്ക് ഒരു കഷ്ടപ്പാടുമില്ല. ധാരാളം പാലും വെണ്ണയും തൈരും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അല്ലേ. പാല് ക്ഷീരോത്പന്നങ്ങളും വൃന്ദാവനത്തിൽ സമൃദ്ധമായിട്ടുള്ള സ്ഥലമാണ്. എവിടെയാ? വൃന്ദാവനത്തിൽ വളരെ ധാരാളം സമൃദ്ധമാണ് ഈ പാല്, തൈര്, ശുദ്ധീകരിച്ച വെണ്ണ, മറ്റു ക്ഷീരോത്പന്നങ്ങൾ. അതാണ് പനീർ കൊണ്ടുള്ള കാര്യങ്ങളേ ഉള്ളവിടെ. പനീർ മസാല, പനീർ കടായി, പിന്നെന്താ പനീറിൻ്റെ കട്ട്ലറ്റ്, പിന്നെ പനീർ ഫ്രൈ, പനീർ ബജ്ജി, ഇങ്ങനെയുള്ള അവിടെയുള്ള വൃന്ദാവനത്തിൽ ചെന്നാൽ കാണാം. അതുപോലെ മടുക്കയിൽ മിൽക്ക്, മടുക്കയിൽ ഒരു മടുക്ക ചൂടുള്ള ഹോട്ട് മിൽക്ക് അവിടെ കിട്ടും. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഫുൾ എനർജി കിട്ടും. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. പിന്നെന്താ, ഇങ്ങനെ അവരുടെ ധനത്തിന്റെ ഉറവിടം കാർഷികോൽപ്പന്നങ്ങൾ, വിലപിടിച്ച രത്നങ്ങൾ, ആഭരണങ്ങൾ, ആർഭാടം നിറഞ്ഞ വസ്ത്രങ്ങൾ തുടങ്ങി അളവറ്റ സമ്പത്തും അവർക്കുണ്ട്. വേണ്ടത്ര സമ്പത്ത് കൈവശമുണ്ടെന്ന് മാത്രമല്ല, നന്ദമഹാരാജാവിനെ പോലെ അത് വാരിക്കോരി കൊടുക്കാനുള്ള മനോഭാവം അവർക്കുണ്ട്. അപ്പം നമുക്ക് പിന്നെന്താ വേണ്ടത്? നമുക്ക് ഇങ്ങനെയുള്ള മനോഭാവം പിന്നെ നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ സേവിക്കണമെന്നുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിനായിട്ടും അല്ലെങ്കിൽ അന്നദാനത്തിന് കൊടുക്കണമെന്നുള്ള, അല്ലേ, നമുക്ക് ആഴ്ച സത്സംഗം ചെയ്യുമ്പോൾ അന്നദാനത്തിന് കൊടുക്കാം, മഹാപ്രസാദത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ വസ്ത്രാഭരണങ്ങൾക്ക് ഉപയോഗിക്കാം. ഭഗവാൻ പറയുന്നുണ്ട്, എന്തർപ്പിച്ചോ എനിക്കായിട്ട് അർപ്പിക്കുക, എന്ത് നീ ഭുജിക്കുന്നോ എനിക്കായിട്ട് അടിക്കുക. കരോഷി യദശ്നാസി തദ്ഘോഷ്യ തദാസി, എല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കാൻ പറ്റും. നമ്മൾ ആഹാരം കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വസ്ത്രം സമർപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ ജഗന്നാഥ് ബലദേവ് സുദ്രാമയ്യുണ്ട്, ഇസ്കോൺ ഗുരുവായൂരിലുണ്ട്, എവിടെയായാലും ഉണ്ട്. ഇപ്പം ഗുരുവായൂരപ്പന് പുടവ കൊടുക്കാം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് കണ്ടില്ലേ, ഗുരുവായൂരപ്പന് എന്തെല്ലാം ആൾക്കാർ സമർപ്പിക്കുന്നു. 25 കിലോ ലോക്കറ്റ്, തലപ്പാവ്, അതുപോലെ ജഗന്നാഥ് ബലദേവ് സുദ്രാമയ്ക്ക് സാരി സമർപ്പിക്കാം, വസ്ത്രങ്ങൾ ഉടുപ്പിക്കാനുള്ള
ഇതൊക്കെ അർപ്പിക്കാം. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ലോകത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഇതെല്ലാം എന്താ? ലോക സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശുദ്ധമായിട്ടുള്ള നമ്മുടെ കർമ്മങ്ങളെല്ലാം ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്രകാരം കൃഷ്ണന്റെ വളർത്തച്ഛനായ നന്ദമഹാരാജാവിടെ സന്നിഹിതനായിരുന്നവരുടെ അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിൽ ഉത്സുകനായി. അവർ ആദരപൂർവ്വം സ്വീകരിച്ച് വേണ്ടുന്നതൊക്കെ കൊടുത്തു. മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ പണ്ഡിതന്മാരായ ബ്രാഹ്മണൻ നിത്യവൃത്തിക്ക് പൂർണ്ണമായി ആശ്രയിച്ചിരുന്ന വൈശ്യരെയും ക്ഷത്രിയരുമാണ്. പിറന്നാൾ, വിവാഹം തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ അവർക്ക് ധാരാളം സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് അന്നദാനം, ബ്രാഹ്മണർക്ക് ദക്ഷിണ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ആരാണോ നമ്മളെ ആശ്രയിക്കുന്നത്, വൈശ്യരായാലും ശൂദ്രരായാലും പാവപ്പെട്ടവർക്ക് നമ്മൾ അന്നദാനം കൊടുക്കുക, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് സേവ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കലിയുഗത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ്. എന്നാൽ മാത്രമേ നമുക്ക് ശുദ്ധീകരണ പ്രക്രിയ, നമ്മുടെ ധനം ശുദ്ധീകരിക്കുകയും നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയും കൃഷ്ണാഭാവത്തോട് നമ്മൾ അർപ്പിച്ച അർപ്പണഭാവത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താ? നവജാത ശിശുവായ കൃഷ്ണന്റെ സുഖസന്തോഷങ്ങൾ മാത്രമാണ് നന്ദ മഹാരാജാവിൻ്റെ കാക്ഷിച്ചിരുന്നത്. അപ്പം നമുക്ക് എപ്പോഴും സുഖസന്തോഷങ്ങൾ, ഭഗവാന്റെ ആ സംതൃപ്തി, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം ഏനുമാവുപയാന്തി. ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ബുദ്ധിവിശേഷം നമുക്ക് കിട്ടും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തൻ്റെ ഗ്രഹത്തിൽ. അപ്പൊ ഭഗവാനെ നവജാത ശിശുവായ കൃഷ്ണന്റെ സുഖസന്തോഷങ്ങൾ മാത്രമാണ് നന്ദ മഹാരാജാവ് കാക്ഷിച്ചിരുന്നത്, അല്ലേ? നമ്മളായിരിക്കും ഭഗവാനെ, ഗുരുവായൂരപ്പനെ ഏത് രീതിയിൽ നമ്മൾ ആഹാരം കഴിച്ചില്ല, നമുക്ക് പ്രസാദം കിട്ടിയില്ല, എന്നാലും പ്രശ്നമില്ല, ഏത് രീതിയിലും ഭഗവാനെ ഒന്ന് കയറി തൊഴുതാൽ നമുക്ക് ഭഗവാന്റെ ആ പാദത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന ആ തുളസി അർപ്പിക്കണം എന്നുള്ള മനോഭാവത്തോടുകൂടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കയറി നിന്ന് വയ്ക്കണം. ഭഗവാന്റെ പാദത്തിൽ നമുക്ക് വയ്ക്കാൻ അനുവാദമില്ല, ആ തുളസിയില ഇപ്പോൾ എടുക്കണമില്ല. പക്ഷെ എന്നാൽ കൂടി ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു സമർപ്പണ ഭാവത്തോടെ ആ തുളസി, കയ്യിലിരിക്കുന്ന തുളസിയും കദളിപ്പഴവും പട്ടും കൂടെ നമുക്ക് എവിടെയെങ്കിലും സമർപ്പിച്ച ആ ഒരു വിശ്വാസം, ആ ഒരു യോഗ പ്രക്രിയ, അത് ഭക്തനെ എവിടെ സമർപ്പിച്ചാലും, കാരണം ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. അഹം സർവസ്യപ്പോ മത്ത സർവപ്രവധ്യത എന്ന് പറഞ്ഞു. എല്ലായിടത്തും ഭഗവാൻ, ഗുരുവായൂരപ്പൻ ആ ശ്രീലകത്ത് മാത്രമല്ല എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ഭഗവാന്റെ ആ ധാമിൽ വന്നിട്ട് എവിടെ ഇത് അർപ്പിച്ചോ അത് ഭഗവാൻ സ്വീകരിക്കും. ഭക്തിപുരസരം, അതാണ് ആ ഭക്തിപുരസരം, അതാണ് ഇവിടെ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നന്ദമഹാരാജാവ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഭക്തിപുരസരം ആരാധിക്കുമ്പോൾ എൻ്റെ ഗ്രഹത്തിൽ സന്നിഹിതനാകുന്ന ഇഷ്ടം സ്വാധീനിച്ച്. അപ്പൊ ഭഗവാനെ ഏത് രീതിയിൽ സുഖസന്തോഷങ്ങൾ മാത്രമാണ്. ഭഗവാന്റെ സുഖസന്തോഷം അല്ല, എല്ലാവരും നമ്മൾ വന്ന് അത് വേണം ഇത് വേണം എന്നൊക്കെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ പല ഭക്തന്മാരും അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ കാലത്ത് ഭഗവാൻ എന്തെങ്കിലും കഴിച്ചോ, ഭഗവാന്റെ ഉച്ചപൂജയായോ, അല്ലെങ്കിൽ പന്തിരടി പൂജയായോ, എന്നാൽ മാത്രമേ നമ്മൾക്ക് അതുവരെ നമ്മൾ വ്രതം എടുത്ത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അവിടെ തപസ്സിരിക്കുന്ന പല ഭക്തന്മാരെയും കാണാം. അത് കഴിഞ്ഞിട്ടേ ആഹാരം കഴിക്കുന്നുള്ളൂ. കാരണം ഭഗവാൻ ആഹരിച്ചതിന് ശേഷം, ഭഗവാന് ഭോഗ കൊടുത്തതിന് ശേഷം, ഭഗവാന് പന്തിരടി പൂജ കഴിഞ്ഞതിന് ശേഷം, ഭഗവാൻ മലർനിവേദ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാപ്പി കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യൂവിൽ നിന്ന് പ്രസാദം കഴിക്കാം എന്നൊക്കെ തോന്നലുണ്ടാവും ചില ഭക്തന്മാർ. ചിലർ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഉച്ചപൂജ വരെ വ്രതം എടുത്ത് ആ ഉച്ചപൂജ കഴിഞ്ഞ് അവിടുത്തെ നിവേദ്യം മേടിച്ച് കഴിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ഏത് രീതിയിലാണെങ്കിലും സുഖസന്തോഷങ്ങൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുക, അതാണ് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം ഏനുമാവുപയാന്തി. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രം. സാക്ഷാൽ കൃഷ്ണൻ പരമദിവ്യോത്തപുരുഷനായ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്നാൽ നാം മാത്രമേ നമ്മുടെ ജീവിത വിജയം, ഭൗതികമായാലും ആത്മീയമായാലും ജീവിത വിജയം കണ്ടെത്താനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ സുപ്രീം പേഴ്സൺ പരമ ദിവ്യോത്തപുരുഷനായ ആ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. കാരണം ഭഗവാൻ മാത്രമേ നമ്മളെയൊക്കെ ആശ്രയം തരാനുള്ള കഴിവുള്ളൂ, നമുക്ക് മുക്തി തരാനുള്ള കഴിവുള്ളൂ. ഇതൊക്കെയാണ് ഭഗവാൻ മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. മുകുന്ദദായകനായ ആ ഭഗവാൻ മാത്രമേ കഴിവുള്ളൂ. അപ്പൊ ഭഗവാന്റെ സേവനങ്ങൾ വൈശ്യരായാലും ശൂദ്രരായാലും ക്ഷത്രിയരായാലും, കലോശൂദ്ര എന്നാണ് പറയുന്നത്, എല്ലാവരും ശൂദ്രന്മാരാണ്. പക്ഷെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇപ്പം ജന്മം കൊണ്ട് ബ്രാഹ്മണനായിട്ട് കാര്യമില്ല, കർമ്മം കൊണ്ട് നമ്മൾ ബ്രാഹ്മണനായിത്തീരണം. അപ്പം ഇങ്ങനെ അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ സുഖസന്തോഷങ്ങൾ, ഭഗവാന്റെ സേവനങ്ങൾ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം കലിയുഗത്തിൽ. അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്.
അതെന്താ പിന്നെന്താ? അപ്പൊ ആ കലിയുഗത്തിൽ നമുക്ക് ജപിക്കണം ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം. കേവലം നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തേവ 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 ഗതിരെന്നതാ. വേറെ ഒരു ഗതിയില്ല, വേറൊരു ഗതിയില്ല, വേറൊരു ഗതിയില്ല. 3 പ്രാവശ്യം നമ്മളെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 3 പ്രാവശ്യം 1 TDS ഡെയിലി 3 ടൈംസ് കഴിച്ചാൽ മാത്രമേ, ആന്റിബയോട്ടിക് കഴിച്ചാൽ മാത്രമേ, ആ കോഴ്സ് ചെന്നാൽ മാത്രമേ നമ്മുടെ ഇൻഫെക്ഷൻ മാറുകയുള്ളൂ ഉള്ളിലുള്ള. അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ, അതാണ് ഈ ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരൊന്നും കഴിക്കില്ല, മാതാജിമാരൊന്നും കഴിക്കാറില്ല, പ്രഭുക്കന്മാർ പിന്നെയും കഴിക്കും. മരുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഒരെണ്ണം കഴിക്കുമ്പോൾ കുറച്ച് കുറവ് കിട്ടും, പിന്നെ അവിടെ വയ്ക്കും. പക്ഷേ അതുപോലെ നമ്മൾ എന്താ അതാണ് ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം ഹലോ നാസ്തേവ 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 ഗതിരുന്നത്. വേറെ ഒരു ഗതിയില്ല, ഒരു ഗതിയില്ല, ഒരു ഗതിയില്ല. 3 പ്രാവശ്യം ഊന്നി പറയുകയാണ്. അപ്പൊ എന്തിനാ ഇത് പറയണത്? എന്തിനാണ് ഡോക്ടർമാർ അത് നിശ്ചയിച്ചിരിക്കുന്നത്? നീ കോഴ്സ് കഴിച്ചാൽ മാത്രമേ നിന്റെ അസുഖം മാറുള്ളൂ, അല്ലെങ്കിൽ നിന്റെ ഇൻഫെക്ഷൻ പിന്നെ ഉള്ളിൽ നിൽക്കും. അതേപോലെ നമ്മുടെ കലിയുഗത്തിൽ ജന്മവൃത്തി ജരാവ്യാധിയിൽപ്പെട്ട് നമ്മൾ ഉടരുകയാണ്. അപ്പൊ ഇതെല്ലാം, ഈ ദോഷങ്ങളെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ എന്താ? ഗതിരന്നത, വേറെ ഒരു ഗതിയില്ല. അതുകൊണ്ട് ഇത് തന്നെ ഉള്ള ഒറ്റ ഗതിയുള്ളൂ. അല്ലാതെ ഒന്നും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യാതെ, അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കാതെ, ഭഗവാനാണ് പരമദീപോത്പുരുഷൻ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ? വേറെ ആരെങ്കിലും ആശ്രയിക്കാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള കഴിവെന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ പൊരുളാണ് ഇവിടെ പറയുന്നത്. സുഖസന്തോഷങ്ങൾ മാത്രമാണ് നന്ദമഹാരാജ് കാംക്ഷിച്ചിരുന്നത്. പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് സദാ ഭഗവാൻ വിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചിരുന്നു. വസുദേവരുടെ ഭാര്യമാരിൽ ഏറ്റവും അധികം ഭാഗ്യവതി ബലരാമന്റെ മാതാവായ രോഹിണിയാണ്. വസുദേവരുടെ ഭാര്യമാരിൽ ഏറ്റവും അധികം ഭാഗ്യവതി ബലരാമന്റെ മാതാവായ രോഹിണിയാണ്. രോഹിണി ഭർത്തൃപുരഹം അനുഭവിക്കുകയാണ്. എങ്കിലും നന്ദമഹാരാജാവിനെ അനുമോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പുത്രനായ കൃഷ്ണൻ ജാതകർമ്മത്തിന്റെ മുഹൂർത്തങ്ങൾ രോഹിണി ഭംഗിയായി ഉടുത്തൊരുങ്ങിയിരുന്നു. ഹാരങ്ങളും മറ്റു കണ്ഠാഭരണങ്ങളും മാലകളും അണിഞ്ഞ് അങ്ങുമിങ്ങും എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ട് വൈദിക രീതി അനുസരിച്ച് ഭർത്താവ് ഗൃഹത്തിൽ എത്തപ്പോൾ സ്ത്രീ ഒരിക്കലും വിശേഷ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ധരിക്കാറില്ല. എന്നിട്ടും ഈ മംഗളമുഹൂർത്തത്തിൽ രോഹിണി ഉടുത്തൊരുങ്ങിയിരുന്നു. അല്ലേ? നമുക്ക് അതാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ. ഇപ്പൊ നമ്മുടെ ഭാര്യമാരുടെ ചില ഭർത്താക്കന്മാർ ഗൾഫിലായിരിക്കുമ്പോൾ അവർ വരാതെ, അല്ലെങ്കിൽ അവരുടെ അവരൊന്നിച്ചു പോകുന്ന ആഘോഷങ്ങളാകുമ്പോൾ അവരില്ലെങ്കിൽ നമ്മൾ പോകില്ല. നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ തന്നെ ഇരിക്കും. അപ്പൊ അവർ വന്ന് അവരുമായിട്ടുള്ള ഡ്രസ്സൊക്കെ, നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ അണിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാനുള്ള ഒരു ഭാവം, ഒരു മൂഡ് നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ആ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒന്നും ഗൃഹത്തിൽ ഇല്ലാപ്പോൾ സ്ത്രീ ഒരിക്കലും വിശേഷ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ധരിക്കാറില്ല. എന്നിട്ടും ഈ മംഗളമുഹൂർത്തത്തിൽ രോഹിണി ഉടുത്തൊരുങ്ങിയിരുന്നു. കൃഷ്ണന്റെ ജാതകർമ്മത്തിൽ കണ്ട ആർഭാടത്തിൽ എന്നൊരു കാര്യം വ്യക്തമാണ്. അക്കാലത്ത് വൃന്ദാവനം തികച്ചും സമ്പന്നമായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ നന്ദമഹാരാജാവിന്റെ യശോദമാതാവിന്റെയും മകനായി പിറന്നിരിക്കുന്നതിനാൽ ഐശ്വര്യ ദേവതയുടെ കടാക്ഷം അവിടെ ഉണ്ടായി പറ്റൂ. കാരണം കൃഷ്ണൻ എന്ന് പറയുന്ന എല്ലാം കൃഷ്ണനിൽ നിന്നാണ് പുറപ്പെടുന്നത്. ലക്ഷ്മി ദേവിയും എല്ലാം വൃന്ദാവനം ഐശ്വര്യദേവിയുടെ വിളയാട്ടത്തിന്റെ ദേവതിയായിരുന്ന പറഞ്ഞത്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഷട്ടൈശ്വര്യങ്ങൾ ഭഗവാൻ എന്താ പരാശര മുനി ഭഗവാനെ എന്താ പറയുന്നത്, എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനുണ്ട്. അതിലൂടെ നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത 10ാമത്തെ അധ്യായ വിഭൂതി യോഗത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പരാശര മുനി ഭഗവാൻ അതിനെ പറ്റിയിട്ട് ഷഡൈശ്വര്യങ്ങളായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനുണ്ട്, അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ജാതകർമ്മത്തിന്റെ ചടങ്ങുകൾക്ക് ശേഷം നന്ദമഹാരാജാവ് കംസന്റെ സർക്കാരിനെ നികുതി അടയ്ക്കാൻ മധുരയിലേക്ക് പോകാൻ നിശ്ചയിച്ചു. പോകുന്നതിന് മുമ്പ് പ്രാമാണികരായ ഗോപന്മാരോട് തന്റെ അസാധ്യത്തിൽ വൃന്ദാവനത്തിൽ സംരക്ഷണത്തിൽ സവിശേഷ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിരുന്നു. നന്ദമഹാരാജാവ് മധുരയിൽ വരുന്ന വിവരമറിഞ്ഞ വസുദേവർ അദ്ദേഹത്തെ അനുമോദിക്കാൻ ഉത്സാഹം കാട്ടി. ഒട്ടും വൈകാതെ വസുദേവർ നന്ദന്റെ വാസസ്ഥലത്തെത്തി. നന്ദനെ കണ്ടപ്പോൾ എനിക്ക് പുനർജന്മം ലഭിച്ചതുപോലെ വസുദേവർക്ക് തോന്നി. ഹരേഷ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്. പിന്നെന്താ, പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് പ്രായമായി ഒരു പുത്രനുണ്ടായി കാണാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നാലും അത് നടന്നില്ല. എന്നാൽ ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്കൊരു സ്വപുത്രനെ ലഭിച്ചു. ഇത് നിങ്ങൾക്ക് അങ്ങേയറ്റം മംഗളകരമാണെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ കംസന്റെ തടങ്കലിലായിരുന്നു.
ഇപ്പോൾ വിമുക്തനായി. അതിനാൽ ഇതെനിക്ക് മറ്റൊരു ജന്മമാണ്. അങ്ങയെ വീണ്ടും കാണാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ദൈവാനുഗ്രഹത്താൽ എനിക്കത് ഭാഗ്യം ലഭിച്ചു. തുടർന്ന് കൃഷ്ണനെ കുറിച്ചുള്ള തന്റെ ഉത്കണ്ഠയും വസുദേവർ വെളിപ്പെടുത്തി. കൃഷ്ണനെ ആൾമാറാട്ടമായി യശോദമാതാവിന്റെ കിടക്കയിൽ എത്തിച്ചതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. വസുദേവർ പറഞ്ഞതിന്റെ ആശയം ഇതാണ്: അദ്ദേഹത്തിന് ദേവകിയുടെ ഗർഭത്തിൽ 8 ശിശുക്കൾ പിറന്നു. നിർഭാഗ്യവശാൽ അവരെല്ലാം നഷ്ടപ്പെട്ടു. ഒരേ ഒരു കുഞ്ഞായ കൃഷ്ണനെ പോലും ഒപ്പം വളർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ വേർപാടിന്റെ ദുഃഖം വസുദേവർക്ക് ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിനത് വെളിപ്പെടുത്താനായില്ല. വൃന്ദാവനത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് പറയൂ. അദ്ദേഹം പറഞ്ഞു, അവിടെ ധാരാളം മൃഗങ്ങളുണ്ടല്ലോ, അവയ്ക്കൊക്കെ സുഖമാണോ? വേണ്ടത്ര പുല്ലും വെള്ളവും അവയ്ക്ക് കിട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി ചോദിക്കുകയാണ്. അപ്പൊ ബലരാമനെ കുറിച്ച്, അമ്മ രോഹിണിയെ കുറിച്ചും വസുദേവർ അന്വേഷിച്ചു. ബലരാമന് സ്വന്തം പിതാവ് ആരാണെന്ന് അറിഞ്ഞുകൊണ്ടെന്ന് വസുദേവർ നന്ദനെ ഓർമ്മപ്പെടുത്തി. നിങ്ങളാണ് അച്ഛനും ഒരുവൻ കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കുട്ടിയുണ്ട്. അവരെ നിങ്ങൾ വേണ്ട രീതിയിൽ പരിപാലിച്ചു പോരുന്നുവെന്ന് ഞാൻ കരുതട്ടെ. ഇപ്പൊ നന്ദമഹാരാജാവിന്റെ വളർത്തുമൃഗങ്ങളെ കുറിച്ചും വസുദേവർ അന്വേഷിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെന്താ? ധർമ്മ സംസ്ഥാനവും സാമ്പത്തിക വികസനവും ഇന്ദ്രിയങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കലും എല്ലാ ബന്ധുക്കളും രാഷ്ട്രങ്ങളും മനുഷ്യവർഗം മൊത്തത്തിലും തമ്മിലുള്ള സഹകരണത്തെ ആശ്രയിച്ചും നിൽക്കണമെന്ന് വസുദേവർ തുടർന്നു. അപ്പൊ വസുദേവരുടെ ഈ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പ്രജകൾക്കും പശുക്കൾക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കേണ്ടതും ഓരോരുത്തരുടെയും ധർമ്മമാണ് എന്നാൽ മെയിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഓരോ പ്രജകൾക്കും അധർമ്മ പ്രവർത്തികൾ ചെയ്തുകൂടാ. പ്രത്യേകിച്ച് ഗോരക്ഷ ചെയ്യണമെന്ന് പറഞ്ഞ കലിയുഗത്തിൽ അത് നമ്മുടെ പ്രധാന ഒരു ധർമ്മമാണ്. സമാധാനങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഏവരും ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ഗ്രഹത്തിൽ സമാധാനം വേണം, നമ്മുടെ അന്യോന്യം സമാധാനം വേണം, നമ്മുടെ ദേശത്ത് സമാധാനം വേണം, രാജ്യത്ത് സമാധാനം വേണം. ഇതൊക്കെ കാക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ധർമ്മതത്വങ്ങളും ഈ സാമ്പത്തിക ഉന്നമനവും ഇന്ദ്രിയ ഒക്കെ നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിലാണ് നമ്മൾ ഇതെല്ലാം ധർമ്മതത്വങ്ങളും സാമ്പത്തിക പുരോഗതിയും ഇന്ദ്രിയ സംതൃപ്തവും എല്ലാം നമുക്ക് അവതാളത്തിലേ എത്തിക്കുള്ളൂ, അല്ലെ? പക്ഷേ പിന്നെന്താ? നന്ദമഹാരാജ ഇത് കേട്ട് പറഞ്ഞു, പ്രിയ വാസുദേവ, നിങ്ങൾക്ക് ദേവകയിൽ ജനിച്ച കുട്ടികളെ മുഴുവൻ ദുഷ്ടനായ കംസൻ നിഗ്രഹിച്ചതിനാൽ നിങ്ങൾ അത്യന്തം ദുഃഖിതനായെന്ന് എനിക്കറിയാം. അവസാനത്തെ കുട്ടി പെണ്ണായിരുന്നിട്ടും കംസന് ഇതിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അത് ദിവ്യലോകം പ്രവേശിക്കുകയും ചെയ്തു. പ്രിയ സുഹൃത്തെ, ദുഃഖിക്കരുത്. നമുക്ക് അദൃശ്യമായ നമ്മുടെ ഗതകാല കർമ്മങ്ങളാണ് നമ്മെ എല്ലാം നിയന്ത്രിക്കുന്നത്. ഗതകാല കർമ്മങ്ങൾക്ക് വിധേയരാണ് നാം എല്ലാം. കർമ്മത്തിന്റെയും അതിന്റെ പ്രത്യാഘാതത്തിന്റെയും തത്വം അറിയുന്നവയാണ് ജ്ഞാനി. അത്തരം ജ്ഞാനികൾ ഒന്നിനെ കുറിച്ചും ഭാഗ്യമായാലും നിർഭാഗ്യമായാലും വേവലാതിപ്പെടുകയില്ല. വസുദേവർ പറഞ്ഞു, പ്രിയപ്പെട്ട നന്ദ, നികുതി അടച്ചു കഴിഞ്ഞെങ്കിൽ ആവുന്നത്ര വേഗം സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങൂ. ഗോകുലത്തിൽ വല്ല കുഴപ്പങ്ങൾ ഉണ്ടായാലോ? വസുദേവരും നന്ദനും തമ്മിലുള്ള സുഹൃത്ത് സംഭാഷണത്തിന് ശേഷം വസുദേവർ സ്വഗൃഹത്തിലേക്ക് മടങ്ങി. അപ്പോൾ നികുതി അടയ്ക്കാൻ വന്ന ഗോപന്മാരും നന്ദമഹാരാജാവിനാൽ നീതരായി തിരികെ പോയി. ഇതെല്ലാം ഇതൊക്കെയാണ് ഈ നന്ദവസുദേവ സംഗമം എന്ന ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ നികുതി അടച്ചിട്ട് കംസന്റെ അടുത്ത് വന്നിട്ട് നികുതി അടയ്ക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഭഗവാന്റെ ജനനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ നന്ദമഹാരാജാവ് വസുദേവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഗോവന്മാരുമായിട്ട് കാളവണ്ടിയിൽ വൃന്ദാവനത്തിലേക്ക് പോയി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ, 5ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇല്ലേ? എല്ലാവരും പോയോ? ഹരേ കൃഷ്ണ പ്രഭു. പോയില്ല, ഉണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി.
സമയം കൂടുതലായോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അതെ, ഇനി